ഓച്ചിറ ക്ഷേത്രഭരണ സമിതിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ. സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഓച്ചിറ ക്ഷേത്രഭരണ സമിതിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടന്നുവരികയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഭരണസമിതി തീരുമാനിച്ചത്. സത്യമല്ലാത്ത വാർത്തകൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിൽ ശക്തമായ പ്രതിഷേധമുള്ളതായും ക്ഷേത്രഭരണ സമിതി അറിയിച്ചു. പിരിച്ചുവിട്ട ഭരണസമിതിയെ ആ തീരുമാനത്തിനും സ്റ്റേ കിട്ടി. ആ സ്റ്റേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും ഈ ഭരണസമിതി ഭരണം തുടരുന്നത്. കഴിഞ്ഞ ഒരു 15 വർഷക്കാലം ഈ ക്ഷേത്രം കണ്ടിട്ടില്ലാത്ത അതിൽ വെച്ച് വ്യത്യസ്തമായ അതിഭയങ്കരമായ വികസന പ്രവർത്തനങ്ങളാണ്, ഈ ക്ഷേത്രത്തിന് ആവശ്യം വേണ്ട വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 15 മാസക്കാലം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്കറിയാം, ജനങ്ങൾക്കറിയാം. കാരണം ഈ ഭരണസമിതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി എക്കാലവും ശ്രമിച്ചിട്ടുള്ള 2017 മുതൽ ശ്രമിച്ചിട്ടുള്ള ചില ഛിദ്രശക്തികൾ ഇവിടെ ജനാധിപത്യം ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ റിസീവറെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് മുൻ സെക്രട്ടറിയും ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനിയിൽ ഒരാളും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ഈ ജനാധിപത്യം തകർക്കാൻ വേണ്ടി ഇപ്പം ശ്രമം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്ര ഭരണസമിതി സുപ്രീംകോടതിയിൽ സമർപ്പിച്ച കേസ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതും നിലവിലെ ഭരണസമിതിയെ പിരിച്ചുവിട്ട റിസീവർ ഭരണം ഏൽപ്പിച്ചതിനെ ചോദ്യം ചെയ്തുമാണ്. സുപ്രീംകോടതി 2 ഉത്തരവുകളെയും സ്റ്റേ ചെയ്താണ് ഇപ്പോഴത്തെ ഭരണസമിതിയെ ചുമതല ഏൽപ്പിച്ചത്. ഇനി സുപ്രീംകോടതിയുടെ ഏത് വിധിയെയും സ്വാഗതം ചെയ്യും. തങ്ങളെ ഏൽപ്പിച്ച ചുമതല എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണത്തോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ ഏറെ സംതൃപ്തിയുള്ളതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആരുടെയും മേൽ ചെലവാരി എറിയാനോ ഒന്നും ഞങ്ങൾ ഈ ഭരണ സംവിധാനം ഉപയോഗിച്ചിട്ടില്ല. അവർ ചെയ്ത കാര്യങ്ങൾ അത് നല്ലതാണെങ്കിൽ നല്ലതായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് അത് പൂർത്തിയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇവിടെ പല സന്ദർഭങ്ങളിലും സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട്, അത് ഞങ്ങളുടെ അന്തസ്സും അഭിമാനവുമാണ്. അന്തസ്സും അഭിമാനവും തന്നെയല്ല, ഒരു മര്യാദയാണ്. ഒരു ഭരണ സംവിധാനത്തിൻ്റെ തുടർന്നുള്ള ചിട്ടവട്ടങ്ങൾ ഭരണ സംവിധാനം തുടരുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുക കൂടിയാണ് അതുമൂലം ഞാൻ ചെയ്തത്. ഏതായാലും ഞങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർണ്ണമായും. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി കെ ഗോപിനാഥൻ, ജി സത്യൻ തോട്ടത്തിൽ, പി പ്രകാശൻ വലിയരിക്കൽ, MC അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.